അനുരാഗതീരം ഭാഗം 2. രചന അഭിരാമി. ആ മതി ക്രോസ് വിസ്താരം ചെയ്തത്. അവൻ പറഞ്ഞതുപോലെ എന്തായാലും കിട്ടി. ഇനിയിപ്പോൾ ജാതിയും മതവും ഒക്കെ നോക്കിയിട്ട് എന്നാത്തിനാ? നീ ആ കൊച്ചിനവൻ്റെ മുറി കാണിച്ചു കൊടുക്ക്. എബ്രഹാം തീർപ്പ് കൽപ്പിച്ചതോടെ റോസ്ലിൻ പിന്നൊന്നും മിണ്ടാതെ അനുരാധയും കൂട്ടി മുകളിലത്തെ മുറിയിലേക്ക് നടന്നു. അവർ തെളിക്കുന്ന വഴിയെ നടക്കുമ്പോഴും നെഞ്ചിനുള്ളിലിരുന്നൊരു അഗ്നിപർവ്വതം പുകയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. ഈ നിമിഷം വരെ ഒരു പരിചയവുമില്ലാത്തൊരു മനുഷ്യൻ്റെ മുറിയിലേക്കാണ് പോകുന്നത്. ഇനി മുതൽ അയാളുടെ കിടപ്പറയ്ക്കും അയാളുടേതായ എല്ലാത്തിനും പങ്കുപറ്റാൻ. അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ കണ്ണിൽ മകൻ മിന്നുകെട്ടിയ പെണ്ണാണ് താൻ. പക്ഷേ അങ്ങനെ ഒരു മിന്നിൻ്റെ പേരിൽ മാത്രം ഏതോ ഒരു പുരുഷൻ്റെ കിടപ്പറ പങ്കുവയ്ക്കാനാകുമോ തനിക്ക്? അവളുടെ ഹൃദയം അവളോട് തന്നെ ചോദിച്ചു. എത്രയൊക്കെ അളക്കാൻ ശ്രമിച്ചിട്ടും അവളിൽ നിന്നും ഒരു തേങ്ങൽ ഉയർന്നു പോയിരുന്നു. ദാ ഇതാണ് അവൻ്റെ മുറി, ഇനി മുതൽ കൊച്ചിൻ്റെയും. റോസ്ലിൻ്റെ ശബ്ദം കേട്ടതും തുളുമ്പാനൊരുങ്ങിയ മിഴിനീരിനെ വിരൽത്തുമ്പാൽ അടർത്തിയിട്ട് അവരുടെ മുഖത്തേക്ക് നോക്കി. ചെന്നൊന്ന് കുളിച്ച് ക്ഷീണം മാറ്റ്, അപ്പോഴേക്കും ഞാൻ മാറാൻ എന്തെങ്കിലും കൊണ്ടുതരാം. യാന്ത്രികമായി തലയനക്കിയിട്ട് ഒരു പാവ കണക്കെ അകത്തേക്ക് പോകുന്നവളെ നോക്കി ഒരു നിമിഷം നിന്നിട്ട് റോസ്ലിൻ പതിയെ പിന്തിരിഞ്ഞു. താഴേക്കുള്ള പടവുകൾ ഇറങ്ങുമ്പോഴും ഓർക്കാപ്പുറത്തെ വീടിൻ്റെ പടി കയറി വന്ന ആ പെണ്ണിനെക്കുറിച്ചുള്ള ചിന്തയിൽ അവരുടെ മനസ്സാകെ കലുഷിതമായിരുന്നു. പേരും നാളൊന്നും ഞാൻ തിരക്കിയില്ല, കെട്ടേണ്ടി വന്നു കെട്ടി. ഡേവിയുടെ വാക്കുകൾ അവരുടെ നെഞ്ചിനെ മതിച്ചുകൊണ്ടിരുന്നു. എന്തായിരിക്കും അവനാ പറഞ്ഞ സാഹചര്യം? ഒരു പരിചയവുമില്ലാത്ത, പേര് പോലും അറിയാത്ത ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ മിന്നുകെട്ടാൻ മാത്രം എന്തായിരിക്കും സംഭവിച്ചത്? റോസ്ലിൻ സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഒന്നിനും ഒരു ഉത്തരം കിട്ടിയില്ലെന്ന് മാത്രമല്ല, മനസ്സ് കൂടുതൽ കലങ്ങി മറിയുകയും ചെയ്തു. നീ എന്നതായി ആലോചിച്ചു കൂട്ടുന്നത്? ഏതോ ചിന്തയിൽ മുഴുകി ഈ ലോകത്തെയല്ലെന്ന മട്ടിൽ ഇറങ്ങി വരുന്ന ഭാര്യയെ കണ്ട് എബ്രഹാം ചോദിച്ചു. അത് കേട്ടതും റോസ്ലിൻ വേഗം ചെന്ന് അയാളുടെ അരികിലേക്കിരുന്നു. എന്നതടി? അല്ലിച്ചായ, ഞാൻ ആ കൊച്ചിൻ്റെ കാര്യം ഓർക്കുമായിരുന്നു. അതിൻ്റെ പേര് പോലും അവൻ അറിയാൻ മേല. പക്ഷേ കെട്ടിയോളാണെന്നാ പറച്ചില്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തുവായി നടക്കുന്നതൊക്കെ? അതോ ഇനി അവർ രണ്ടും കൂടി നമ്മളെ പറ്റിക്കുവാണോ ഇച്ചായ? റോസ്ലിൻ തൻ്റെ ആവലാതി പങ്കുവച്ചു. എന്നാത്തിന്? നമ്മളെ പറ്റിച്ചിട്ട് അവൻ എന്നാ കിട്ടാനാ? അല്ല, ആ കൊച്ചി ഹിന്ദു ആയോണ്ട്. അതുകൊണ്ടെന്നാ? ഇവിടെ ആരും ജാതിയും മതവും നോക്കി മനുഷ്യനെ അളക്കാൻ പോകത്തില്ലെന്ന് അവൻ അറിഞ്ഞുകൂടായോ? പിന്നെ എന്നാത്തിനാ ഇങ്ങനൊരു കള്ളക്കഥയുണ്ടാക്കി പറയുന്നേ? എനിക്കൊന്നും അറിയാൻ മേല ഇച്ചായ. പക്ഷേ കേട്ട കാര്യങ്ങളൊക്കെ ചങ്കിലിരുന്ന് വിങ്ങുവാ. നീ ഒന്ന് അടങ്ങ് റോസി, നമുക്ക് അവനോട് തന്നെ ചോദിക്കാം. അതിനു മുന്നേ നീ ഇങ്ങനെ വെപ്രാളം കയറ്റി വല്ല തൊല്ലയും ഉണ്ടാക്കി വെക്കല്ലേ. എബ്രഹാം അവരെ ആശ്വസിപ്പിച്ചു. പക്ഷേ ആ നേരത്ത് അയാളുടെ മനസ്സും റോസ്ലിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ആകെ മൊത്തം കലങ്ങി മറിയുക തന്നെയായിരുന്നു. കുളിമുറിയിലെ ഷവറിൻ്റെ ചുവട്ടിൽ അങ്ങനെ നിൽപ്പു തുടങ്ങിയിട്ട് എത്ര സമയമായെന്ന് അനുരാധയ്ക്കൊരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. താൻ കുളിക്കാൻ കയറിയതാണെന്നും തലവഴി വെള്ളം വീണുകൊണ്ടിരിക്കുകയായിരുന്നു എന്നതുമൊക്കെ വിസ്മരിച്ച മട്ടിൽ അവൾ അങ്ങനെ നിന്നു. ഒറ്റ രാത്രിയുടെ ദൈർഘ്യത്തിൽ തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചെന്നും ഇനിയുള്ള തൻ്റെ ജീവിതം എങ്ങോട്ടാണെന്നും ഓർത്തിട്ട് അവൾക്കൊരെത്തും പിടിയും കിട്ടിയില്ല. മാളിയേക്കലെ ഡേവിയുടെ കെട്ടിയോള്, ആ വാക്കുകൾ മാത്രം അവളുടെ തലച്ചോറിൽ മാറ്റൊലിക്കൊണ്ടു. താൻ ഇനിയും പഴയ അനുരാധയല്ല, മാളിയേക്കലെ ഡേവിയുടെ ഭാര്യ അനുരാധയാണ്. ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് ആരോ വിളിച്ചലറി. ആ ചിന്തയിൽ തന്നെ അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. മാളിയേക്കലെ ഡേവിയുടെ ഭാര്യ. പക്ഷേ ഡേവി ആരാ? ഈ വീട്ടിലുള്ള മറ്റുള്ളവരൊക്കെ ആരാ? ഓർത്തിട്ട് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി അവൾക്ക്. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നിറഞ്ഞ് ചങ്കു പൊട്ടിപ്പോകും പോലെ തോന്നിയതും പൊട്ടിച്ചിതറി വന്നൊരു കരച്ചിലോടെ അവൾ ചുവരിലൂടെ ഊർന്ന് നിലത്തേക്കിരുന്നു. എങ്ങനെയൊക്കെയോ കുളിച്ച് ഇട്ടിരുന്ന വസ്ത്രങ്ങൾ തന്നെ ധരിച്ച് പുറത്തേക്ക് വരുമ്പോൾ ബെഡിൽ ഒരു സെറ്റ് ചുരിദാർ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു റോസ്ലിൻ. പുതിയതല്ല, ആരോ ഉപയോഗിച്ചത് തന്നെ. ഇതുവരെ അങ്ങനെയൊന്നും ഉപയോഗിച്ചിട്ടേയില്ല. പക്ഷേ ഇപ്പോൾ വേറെ മാർഗമൊന്നുമില്ല. ഇന്നലെ ഏതോ നേരത്തെടുത്തിട്ട വസ്ത്രങ്ങളാണ് ഉടലിൽ പറ്റിക്കിടക്കുന്നത്. പിന്നീടുണ്ടായ സംഭവങ്ങളുടെ പിൻബലം കൂടിയായപ്പോൾ അവയൊക്കെ തീർത്തും മുഷിഞ്ഞിരുന്നു. ഇതുവരെ എങ്ങനെയൊക്കെയോ സഹിച്ചു. പക്ഷേ നല്ലൊരു കുളി കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ വിയർപ്പ് മണവും മറ്റുമൊക്കെ അസ്വസ്ഥത തീർക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആലോചനയോടെ അവൾ ബെഡിലിരുന്ന വസ്ത്രവും എടുത്തുകൊണ്ട് പതിയെ ബാത്റൂമിലേക്ക് തന്നെ കയറി. ഇട്ടിരുന്നതൊക്കെ കഴുകി അവിടെ തന്നെ വിരിച്ചിട്ടിട്ട് റോസ്ലിൻ കൊടുത്ത ഡ്രസ്സ് ധരിച്ചു. അല്പം കൂടുതൽ തന്നെ വലിപ്പമുണ്ട്. കുറച്ച് തടിച്ച ആരുടെയോ ആണ്. അത് തൻ്റെ മെലിഞ്ഞ ശരീരത്തിൽ വല്ലാതെ വികൃതമായി തോന്നിച്ചു. പക്ഷേ ഇപ്പോൾ വേറെ വഴിയൊന്നുമില്ല, അവൾ വേദനയോടെ ഓർത്തു. ഇവിടെ ഉണ്ടായിരുന്നോ? വാതിൽ തുറക്കുന്ന ശബ്ദത്തിനൊപ്പം മുഴങ്ങിയ ഘനഗംഭീരമായ ചോദ്യം കേട്ട് ബെഡിലിരിക്കുകയായിരുന്ന അനുരാധ പിടഞ്ഞെണീറ്റു. മാളിയേക്കലെ ഡേവി.
ആകെ അറിയുന്ന ആ ഒരു പേരായിരുന്നു ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. ദേവിയാണെങ്കിൽ മുന്നിൽ നിൽക്കുന്നവളുടെ പുതിയ രൂപം നോക്കി അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. ഇതെന്താ ഇങ്ങനെ? ഒട്ടൊരു നിമിഷത്തിന് ശേഷം തൻ്റെ നോട്ടം കണ്ട് വിമ്മിഷ്ടപ്പെട്ട് നിൽക്കുവാണെന്ന് മനസ്സിലായതും അവൻ ചോദിച്ചു. അത് പിന്നെ ഇവിടുന്ന് തന്നതാ. എങ്ങനെ പറയണം, എന്തു വിളിക്കണമെന്നറിയാതെ അവൾ വിക്കി. അത് ഡേവിക്ക് മനസ്സിലാവുകയും ചെയ്തു. എൻ്റെ ഇച്ചേച്ചിയുടെയാവും. ആള് കുറച്ച് തടിച്ചിട്ടാ. ഇപ്പോൾ ഇവിടെ ഇല്ല, കെട്ടിയോൻ്റെ വീട്ടിലാ. അവൻ പറഞ്ഞെങ്കിലും അനുരാധ മറുപടി ഒന്നും പറഞ്ഞില്ല. ആ സാരമില്ല, വൈകുന്നേരം നമുക്ക് പോയി തനിക്കുള്ള ഡ്രസ്സൊക്കെ വാങ്ങാം. അപ്പോൾ മാത്രം അവളുടെ നോട്ടം അവനിലേക്ക് പാളി വീണു. പക്ഷേ മറുപടിയൊന്നും പറഞ്ഞില്ല അപ്പോഴും. ഞാനൊരു കാര്യം പറയാൻ വന്നതാ. ദേവി ഒരു ആമുഖം പോലെ പറഞ്ഞതും അനുരാധ വളരെ ബുദ്ധിമുട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. കുറച്ചു മുൻപ് മമ്മിയോട് പറഞ്ഞതുപോലെ ഇനി ഒരിക്കലും പറയരുത്. ഞാൻ വിധിയിൽ വിശ്വസിക്കുന്നവനാ. ഇന്നലെ തന്നെ എൻ്റെ മുന്നിൽ കൊണ്ടെത്തിച്ചതും അങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണമായതും വിധിയാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതുമാത്രമല്ല, ഏത് സാഹചര്യത്തിലായാലും തൻ്റെ കഴുത്തിൽ ഞാൻ കെട്ടിയ ഈ മിന്നിനെ ഞാൻ മാനിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുമുണ്ട്. ഹിന്ദുവിൻ്റെ ആയാലും ക്രിസ്ത്യാനിയുടേതായാലും അതല്ല ഇനി മുസ്ലിമിൻ്റെ ആയാലും അതിൻ്റെ ആകൃതിയിലെ മാറ്റം കാണൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനെല്ലാം അപ്പുറം ഇതിനൊരു പവിത്രതയുണ്ട്. ഹൃദയം കൊണ്ട് അത് അംഗീകരിക്കുന്നത് കൊണ്ട് തന്നെ പറയുക. എന്നായാലും വിധി നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചു. ഇനിയിപ്പോൾ ആ ഒഴുക്കിനനുസരിച്ച് ഒഴുകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. അല്ലാതെ നാടകം കഴിഞ്ഞില്ല, ഇനിയും താൻ എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോളാൻ പറയാൻ മാത്രം വിശാല മനസ്സൊന്നും എനിക്കില്ല. അല്ലേലും അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുക ഇതൊരു സിനിമയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് പറയുക, തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ തുറന്ന് പറയാനും ഈ ജീവിതവുമായി പൊരുത്തപ്പെടാനും തനിക്ക് സമയമെടുക്കാം. പക്ഷേ ഇന്നു മുതൽ എൻ്റെ ഭാര്യയായിരിക്കാൻ താൻ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം. ദേവി പറയുന്നതൊക്കെ കേട്ട് ആകെപ്പാടെ പകച്ചു നിൽക്കുകയായിരുന്നു അനുരാധ. നേരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവൻ ഇത്രയൊക്കെ ചിന്തിച്ചിരിക്കുമെന്നോ തീരുമാനിച്ചിരിക്കുമെന്നോ അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ആകെ തകർന്നു പോയിരുന്നു. അത് മനസ്സിലാക്കിയെങ്കിലും പറയാനുള്ളത് പറയുക തന്നെ വേണമെന്ന ചിന്തയായിരുന്നു ദേവിയിൽ. ഞാൻ പുറത്തോട്ട് പോവുക, വന്നിട്ട് തനിക്ക് ഡ്രസ്സ് എടുക്കാനൊക്കെ പോകാം പറഞ്ഞിട്ട് പുറത്തേക്കിറങ്ങി പോകാനൊരുങ്ങിയ ദേവി പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. അതേ, അവൻ വിളിക്കുന്നത് കേട്ട് അനുരാധ പിടച്ചിലോടെ മുഖമുയർത്തി നോക്കി. താൻ ആരാന്നോ എന്താന്നോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ കാര്യത്തിൽ ആ കൺഫ്യൂഷനൊന്നും വേണ്ട. എൻ്റെ പേര് ഡേവിഡ് എബ്രഹാം കോശി. അപ്പൻ എബ്രഹാം കോശി, അമ്മ റോസ്ലിൻ എബ്രഹാം കോശി. ഒരു പെങ്ങളുണ്ട്, കെട്ട് കഴിഞ്ഞു, ഭർത്താവിൻ്റെ വീട്ടിലാണ്. പേര് ഡെയ്സി. പിന്നെ ഞങ്ങൾക്കൊരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയും പിന്നെ കുമരകത്തൊരു റിസോർട്ടുമുണ്ട്. പിന്നെ അല്ലറയില്ലറ ബിസിനസ്സൊക്കെ ഉണ്ട്. ഇത്രയൊക്കെയാണ് എന്നെക്കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ. ബാക്കിയൊക്കെ വഴിയേ അറിയാം. ഒരു ചിരിയോടെ അത്രയും പറഞ്ഞിട്ട് അവൻ പുറത്തേക്കിറങ്ങിപ്പോയി. അനുരാധ വീണ്ടും ആ കിടക്കയിലേക്ക് തന്നെ ഇരുന്നു. തുടരും.